ശ്രീമദ് സ്വാമി അമേയാനന്ദ, ശ്രീമദ് സ്വാമി സാധാനന്ദ, അതേപോലെ തന്നെ ഇവിടെ നമ്മളോടെല്ലാം സംസാരിച്ച എം പിമാർ, എം എൽ എമാർ, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, അവരിൽ നിന്നും വ്യത്യസ്തരായി സംസാരിച്ച മോഹൻ കുന്നുമ്മൽ വൈസ് ചാൻസലർ, എൻ്റെ പ്രിയ സ്നേഹിതനും ചെറുപ്പം മുതലേ ബിജുവിനെ അറിയാം എന്നത് ഒരു അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. സത്യഭാമ ദാസ് ബിജു ഞങ്ങൾക്കെല്ലാം ബിജുവാണ്. അതുപോലെ തന്നെ ഇവിടെ നിതയായിട്ടുള്ള ബിന്ദു കൃഷ്ണ, വി കെ മുരളീധരൻ, സുരേഷ് കുമാർ മധുസൂദനൻ, ഡോക്ടർ ബെജിനി എസ് കോത്താരി, അതുപോലെ ഇവിടെ സന്നിധരായിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളെ, വേദി വിട്ടുപോയ ഡോക്ടർ കെ ശിവപ്രസാദ്, അതുപോലെ തന്നെ മറ്റ് സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സങ്കീർണമായ ഒരു വിഷയം. ഈ വിഷയം തന്നെ സങ്കീർണതയാണ്. സങ്കീർണതയായ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും വിഷയം തന്നെ സങ്കീർണമാകുന്നത് ഒരുപക്ഷെ നമ്മൾ വളരെയധികം പരിചയപ്പെടാത്ത ഒരു കാര്യമാണ്. സങ്കീർണത എങ്ങനെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റും? ഒരർത്ഥത്തിൽ ഗുരു ശ്രമിച്ചത് അതിനു വേണ്ടിയാണ്. ഞാൻ സ്വാമിജിയുമായിട്ട് തൊട്ടടുത്തിരുന്ന് കുറേ സംസാരിക്കുകയായിരുന്നു. ഏറ്റവും സങ്കീർണമായ സമസ്യകൾ, മനുഷ്യൻ്റെ മനസ്സിനും അവൻ്റെ ബുദ്ധിക്കും പിടികിട്ടാത്ത പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ എങ്ങനെ ലളിതമായി മനസ്സിലാക്കാം എന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷ പറയുന്നവരിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും ഏറ്റവും കൂടുതൽ പ്രകാശബിന്ദുക്കൾ ആ വിഷയത്തിൽ പ്രസരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിവിശേഷമുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ് എന്ന് ആദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളും ഈ സങ്കീർണതയെക്കുറിച്ചുള്ള അന്വേഷണമായിരുന്നു. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത ദൈവദശകം കുട്ടികൾക്ക് വേണ്ടി വിശദീകരിച്ചിട്ടുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമായ വരികളാണ് ദൈവദശകത്തിൽ അദ്ദേഹം തുടങ്ങുന്നത്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും, നിങ്ങളിൽ മിക്കവർക്കും കാണാതെ അറിയുന്നതാണല്ലോ, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെ ഞങ്ങളെ എന്ന് പറയാത്തവരാരും ഉണ്ടാവില്ല. ഞാനൊരു ദൈവവിശ്വാസിയല്ല എങ്കിൽ പോലും വളരെ എല്ലാവരും ആഗ്രഹം, എന്നെ കൈവിടരുത്, തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോഴായാലും അല്ലെങ്കിലും കൈവിടല്ലേ എന്ന് പറയാത്ത ഒരാളും ഇല്ല. പക്ഷെ അദ്ദേഹം രണ്ടാമത്തെ വരിയിൽ താൻ എങ്ങനെയാണ് സങ്കീർണതയെ കണ്ടെത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാവികൻ നീ ഭവാപ്തിക്ക് ഒരാവി വൻ തോണി നിൻ പദം. ആവി വൻ തോണി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫേമസ് ആയ സ്റ്റീമറാണ്, സ്റ്റീം ഉപയോഗിച്ച് പോകുന്ന കപ്പലാണ്. ഇന്ന് നമ്മൾ ടെക്നോളജിയെക്കുറിച്ച് പറയുമ്പോൾ ഗുരു ജീവിച്ച കാലത്തെ ഏറ്റവും മുന്തിയ ഒരു ടെക്നോളജി സമുദ്രങ്ങളെ മുറിച്ചു കടന്ന ആവിക്കപ്പലുകളായിരുന്നു. അപ്പോൾ ആ ആവിക്കപ്പലിലേക്ക് പെട്ടെന്ന് പോയതിന് ശേഷം അദ്ദേഹം വളരെ വേഗത്തിലാണ് വീണ്ടും എനിക്കത് പറയാനുള്ള അറിവോ കഴിവോ ഇല്ല എങ്കിൽ പോലും വീണ്ടും അദ്ദേഹം ലളിതമായ കാര്യങ്ങൾ പറയുന്നു. നോക്കൂ, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ വീണ്ടും അദ്ദേഹം സങ്കീർണതയിലേക്ക് തിരികെയാണ്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം എന്ന് പറഞ്ഞതോടുകൂടി സങ്കീർണതയുടെ പാരമ്യത്തിലേക്ക്, കോംപ്ലക്സിറ്റിയുടെ പാരമ്യത്തിലേക്ക് അദ്ദേഹം പോയതിന് ശേഷം പറയുന്നു, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാമായതും സൃഷ്ടിജാലവും. അപ്പോൾ ലോകത്തെ, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതും നീയാണ്, സൃഷ്ടിയും നീയാണ്, സൃഷ്ടിജാലവും നീയാണ്. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. പുറമേന്ന് അവിടുന്ന് കൊണ്ടുവന്നിട്ടില്ല. അപ്പം സർവ്വതും നീയാണ്.
എല്ലാം ഒന്നാണ്, അദ്വൈതമാണ് എന്ന ഗുരുവിൻ്റെ ആ സങ്കീർണതാ നിർദ്ധാരണം മനുഷ്യൻ ഉള്ളിടത്തോളം കാലം തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങനെ നിർദ്ധാരണം ചെയ്യുന്ന മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകളെ നിർദ്ധാരണം ചെയ്ത ഗുരു സാമാന്യ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് കൃത്യമായി അടയാളപ്പെടുത്തി. അതിൻ്റെ ഭാഗമാണ് ഈ തീർത്ഥാടനം. ഈ തീർത്ഥാടനം തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒസ്യത്ത് പോലെയാണ്. 1928 സെപ്റ്റംബർ മാസം അദ്ദേഹം അന്തരിക്കുമ്പോൾ, കന്നിമാസം 5-ാം തീയതി അദ്ദേഹം അന്തരിക്കുമ്പോൾ, ആ വർഷം ജനുവരി 19 കോട്ടയത്ത് വെച്ച് തൻ്റെ ശിഷ്യനോട് ഈ തീർത്ഥാടനം ആരംഭിച്ചുകൊള്ളാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ തീർത്ഥാടനം തുടങ്ങാൻ പറഞ്ഞ ഗുരു ആ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേരത്തെ പ്രേമചന്ദ്രൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അതിൽ കൃഷിയും വ്യവസായവും ജീവിതത്തിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്നും മുടങ്ങാതെ ഈ തീർത്ഥാടനത്തിൻ്റെ 8 ലക്ഷ്യങ്ങളിലൊന്നായ ഈ സാങ്കേതിക വികാസത്തിൻ്റെ, ശാസ്ത്ര സാങ്കേതിക വികാസത്തിൻ്റെ ചർച്ചകൾ ഈ ഹാളിൽ ഇപ്പോഴും നടക്കുന്നത്. ഇന്ന് എവിടെയാണ് നാം എത്തി നിൽക്കുന്നത്? ഇത്തരത്തിൽ ഒരു മഹാഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നാം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ നമ്മളിൽ എല്ലാവർക്കും ഉള്ളതൊന്ന് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ്റെ പുരോഗതി ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും മാത്രം ഊന്നി നിൽക്കുന്ന ഒന്നല്ല. ഗുരു ജീവിച്ച കാലത്ത് ശാസ്ത്രം വളരെ പുരോഗമിച്ചിരുന്നു. കേരളത്തിൽ അദ്ദേഹത്തിന് അതിൻ്റെ വാതിൽ തുറന്നു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. നടരാജ ഗുരുദേവനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ ലോകത്തിൻ്റെ മുന്നിൽ എന്തെല്ലാം മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുത്തവരിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു ഡോക്ടർ പൽപ്പു ആണെങ്കിലും, അതേപോലെ തന്നെ നടരാജ ഗുരുദേവനാണെങ്കിലും ഗുരുവനോട് സംസാരിക്കുകയും ലോകം എവിടെ എത്തി എന്ന് അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ കാൽഭാഗം എന്ന് പറയുന്നത് ലോകത്തിന് നൽകിയ മഹാസംഭാവനകൾ അല്ലെങ്കിൽ മഹാശാസ്ത്ര തത്വങ്ങൾ, ആ ശാസ്ത്ര തത്വങ്ങൾ ഇന്ന് 100 വർഷത്തിന് ശേഷം സാങ്കേതികത്വ രീതിയിലേക്ക് അല്ലെങ്കിൽ സാങ്കേതിക പരിണാമത്തിലേക്ക്, സാങ്കേതിക പരിവർത്തനത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരു ജീവിച്ച കാലത്ത് ശാസ്ത്രമില്ലാതിരുന്നിട്ടില്ല. നമുക്ക് മലയാളികൾക്കൊരു വലിയ കുഴപ്പമുണ്ട്. 100 വർഷം വളരെ പഴയ ഒരു കാലമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ലോകത്ത് ശാസ്ത്രം പുരോഗമിച്ചു എന്ന് മാത്രമല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ 1919 തന്നെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, സ്പേസിലുണ്ടാകുന്ന വക്രീകരണം എന്ന് ലളിതമായി പറയാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം, ആ സിദ്ധാന്തം എഡിങ്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനിലൂടെ പരീക്ഷിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞത് ശരിയാണ്, ന്യൂട്ടൺ പറഞ്ഞതിനേക്കാളും കൃത്യമായിരുന്നു. ഒരു വലിയ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഗ്രഹണത്തിനിടയിലൂടെ കടന്നുപോയ പ്രകാശം കൃത്യമായ തരത്തിൽ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ വക്രീകരിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ സ്പേസ് തന്നെ ഒരു കർവാണ്, ഒരു കർവേച്ചറാണ്, സ്പേസ് ടൈമാണ് എന്നെല്ലാമുള്ള അത്യന്തം നമുക്കിന്നും ജനങ്ങൾക്ക്, സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ 1919 തന്നെ പരീക്ഷിച്ച് തെളിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആൾക്കാർ വിചാരിക്കുന്നത് 1919 അല്ലെങ്കിൽ 1925 എന്നൊക്കെ പറയുന്ന ഒരു പഴയ കാലമല്ല. 1925ഉം 28ഉം വളരെ പുതിയ കാലമാണ്. ആ കാലത്ത് ചിന്തിച്ച കാര്യങ്ങൾ ഇപ്പോഴും ടെക്നോളജിയിലേക്ക് വന്നിട്ടില്ല. ആ ടെക്നോളജിയിലേക്കുള്ള വരവിൻ്റെ ചില സ്ഫുലിംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഇപ്പോൾ കമ്പ്യൂട്ടറെ കുറിച്ചാണ് ഇപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ സ്വപ്നം അല്ലെങ്കിൽ പുതിയ ഒരു സംവിധാനം അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പല ഘട്ടങ്ങളിലും അമേരിക്കയിലെ സിയാറ്റൽ എന്ന പട്ടണത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ കടന്നു വന്നിട്ടുള്ള വലിയൊരു ഫിലോസഫി, ഈ പ്രപഞ്ചത്തിൻ്റെ 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷോപലക്ഷം പ്രകാശവർഷം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന 2 കണികകൾ തമ്മിൽ എൻറ്റാങ്കിൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന
1920കളുടെയും 30കളുടെയും കാലഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്ന തത്വം ഇന്ന് പരീക്ഷണത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ടെക്നോളജി എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഗുരുവിൻ്റെ കാലം, ഗുരു ജീവിച്ച കാലം മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ പടവുകൾ ഓടിക്കയറിയ ഒരു കാലമാണ്. അത്രയും സ്പീഡിൽ ഇപ്പോൾ ആളുകൾ മനുഷ്യൻ ഓടിക്കയറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അന്ന് ഓടിക്കയറിയ പടവുകളിൽ നിന്നുകൊണ്ട് അതിൻ്റെ മുകളിൽ സാങ്കേതിക വിദ്യ, ടെക്നോളജി, ക്വാണ്ടം ടെക്നോളജി കണ്ടുപിടിക്കുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഗുരു വളരെ പഴയ ഒരാളും പഴയ കാലത്ത് ജീവിച്ചൊരു ഗുരുവാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ജീവിച്ച കാലവും നമ്മൾ ജീവിച്ച കാലവും വാസ്തവത്തിൽ ആധുനിക ശാസ്ത്ര വിസ്ഫോടനത്തിൻ്റെ ഏകകാലമാണ് എന്ന് പറയാനാണ് ഞാൻ സമയം ഉപയോഗിച്ചത്. പക്ഷേ അദ്ദേഹം മരിച്ചു. 1928 അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. പക്ഷെ പിന്നീട് 20 വർഷം കൊണ്ട് എന്താണ് സംഭവിച്ചത്? ഈ അറിവുകളെയെല്ലാം മനുഷ്യൻ എങ്ങനെയാണ് ആദ്യം പരീക്ഷിച്ചു നോക്കിയത്? എങ്ങനെയാണ് മനുഷ്യൻ അതിൻ്റെ പ്രയോഗം നടത്തിയത്? അവിടെയാണ് ഇപ്പോൾ സിനിമകളായിട്ടൊക്കെ വന്നു. ഓപ്പൻഹൈമറിനെ കുറിച്ചുള്ള കഥകളെല്ലാം വന്നു. മനുഷ്യൻ 1946 ആയപ്പോൾ അണുവിസ്ഫോടനം നടത്തി. എന്തിന്? ഒരു വലിയ പുരോഗതിയിലേക്ക് മനുഷ്യനെ നയിക്കാനല്ല. 1946 ആഗസ്റ്റ് മാസം 6-ാം തീയതി ഹിരോഷിമയിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ബോംബിട്ടു. അമേരിക്ക എന്ന രാജ്യത്തെ മനുഷ്യർ ബോംബിട്ടു. മനുഷ്യർ പുഴുക്കളെ പോലെ എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യർ ഉരുകി ഇല്ലാതായപ്പോൾ അത് കണ്ട് രസിച്ച ആളുകൾ, അത് കണ്ട് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയ ആളുകൾ 9-ാം തീയതി വീണ്ടും നാഗസാക്കിയിൽ ബോംബിട്ടു. അപ്പോൾ ഗുരുവിൻ്റെ കാലത്തുണ്ടായ ശാസ്ത്ര വിസ്ഫോടനത്തിൻ്റെ പ്രയോഗം മഹാകൊലപാതകത്തിലാണ് അവസാനിച്ചത് എന്ന് പറയാനാണ് ഞാൻ ഇവിടെ ശ്രമിച്ചത്. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോവുകയാണ് ശാസ്ത്രം. അവിടെയാണ് ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം, അതീവ ലളിതമായ മുദ്രാവാക്യം, അതീവ ലളിതമായ ആപ്തവാക്യം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മുദ്രാവാക്യം, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട്. അത് ചെലുത്തി നമ്മൾ പറയാൻ നമുക്കതിന് അർഹതയില്ലെങ്കിലും നമുക്ക് പറയാൻ കഴിയും, മതമേതായാലും ചിന്തകൾ എന്തായാലും മനുഷ്യൻ നന്നായേ പറ്റൂ. മനുഷ്യൻ നന്നാവേത്തടത്തോളം കാലം അവൻ്റെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ആറ്റം ബോംബുകളിലേക്കാണ് നമ്മളെ നയിക്കുക എന്ന് ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷമുള്ള 20 വർഷം ലോകത്തെ പഠിപ്പിച്ചു. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ കടുത്ത ജാതി വിവേചനമുണ്ടായിരുന്നു. അദ്ദേഹം തോക്കുകൊണ്ടോ ബോംബ് കൊണ്ടോ സമരങ്ങൾ, ധാരാളം സമാധാനപരമായ വൈക്കം സത്യാഗ്രഹ സമരം പോലും സമരങ്ങൾ നടത്തിയെങ്കിൽ പോലും അദ്ദേഹം അതല്ലാതെ രക്തരൂക്ഷിതമായ ഒരു പരിപാടിക്കും അദ്ദേഹം നിന്നില്ല. അദ്ദേഹത്തിൻ്റെ അത് സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗുരുവിൻ്റെ മരണത്തിന്, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം കേരളീയ സമൂഹം കൂടുതൽ തത്വങ്ങളിലേക്ക്, സമത്വസുന്ദരമായ ദേശീയ ബോധത്തിലേക്കും പുരോഗമന ബോധത്തിലേക്കും മനുഷ്യൻ നടന്നെടുത്തപ്പോൾ ഈ ശാസ്ത്രതത്വങ്ങളൊക്കെ കണ്ടുപിടിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ 1920കൾക്ക് മുൻപ് തന്നെ, ആദ്യത്തെ 2 ദശകങ്ങളിൽ തന്നെ മഹാത്ഭുതകരമായിട്ടുള്ള ശാസ്ത്രസത്യം കണ്ടുപിടിച്ച ആളുകൾ, അവർ യുദ്ധത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, വെറുപ്പിൻ്റെ തത്വശാസ്ത്രങ്ങളെ ഉൽപ്പാദിപ്പിച്ചു എന്ന് നാം മനസ്സിലാക്കണം. ഗുരു സ്നേഹത്തിൻ്റെ പ്രസ്ഥാനം കേരളത്തിൽ കെട്ടിപ്പടുത്തുവെങ്കിൽ, ഇന്ത്യയിൽ അത് കെട്ടിപ്പടുക്കുന്നതിന് മഹാത്മാഗാന്ധിക്ക് പോലും ഗുരുവായി പ്രവർത്തിച്ചുവെങ്കിൽ, ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗതി ഉണ്ടാക്കിയ യൂറോപ്പ് ഏറ്റവും വൃത്തികെട്ട വെറുപ്പിൻ്റെ, മനുഷ്യവിദ്വേഷത്തിൻ്റെ, നാസിസത്തിൻ്റെ, ഫാസിസത്തിൻ്റെ ഏറ്റവും വികൃതമായ ഉൽപ്പന്നങ്ങളാണ് സൃഷ്ടിച്ചത്. അവിടെയാണ് ഗുരുവചനങ്ങൾ വീണ്ടും പ്രസക്തമായി തീരുന്നത്. മനുഷ്യൻ നന്നാവണം. മനുഷ്യൻ നന്നാവാത്ത ഇവിടെ ശാസ്ത്രം നന്നായിട്ട് കാര്യമില്ല. ശാസ്ത്രങ്ങൾ വിസ്ഫോടനം നടത്തിയ യൂറോപ്പ് മനുഷ്യ വിസ്ഫോടനത്തിൻ്റെ ബോംബാണ് ആദ്യം പൊട്ടിച്ചത്. അതിനുശേഷമാണ് ശാസ്ത്രതത്വങ്ങൾ കൊണ്ട് അണുബോംബ് പൊട്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യവിദ്വേഷത്തിൻ്റെയും മനുഷ്യഹിംസയുടെയും ബോംബുകൾക്കും തോക്കുകൾക്കും യുദ്ധങ്ങൾക്കും മനുഷ്യരെ മുന്നോട്ട് നയിക്കാൻ സാധ്യമല്ല. മറിച്ച് മനുഷ്യ മനസ്സിനെ മാറ്റിമറിക്കുന്ന ഏറ്റവും ഗംഭീരമായ തത്വശാസ്ത്രങ്ങൾ, ആ തത്വശാസ്ത്രങ്ങളുടെ പ്രസക്തിയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്.
അത് വെറുപ്പിനെതിരായ തത്വശാസ്ത്രമാണ്. അത് വെറുപ്പിനെ മാത്രം വെറുക്കുക എന്ന തത്വശാസ്ത്രമാണ്. വെറുപ്പിനെ വെറുക്കുക എന്ന തത്വശാസ്ത്രത്തിന് ഒരു പിതാവുണ്ടെങ്കിൽ ആ പിതാവ് ശ്രീനാരായണ ഗുരുദേവനാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാചകങ്ങൾ കുറയ്ക്കട്ടെ. ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിയുമായും സെക്രട്ടറിയുമായിട്ടെല്ലാം സംസാരിക്കുമ്പോൾ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ശിവഗിരി വളരെ വളരെ പുരോഗതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഞാൻ മോഹൻ കുന്നമ്മലുമായിട്ടും സംസാരിക്കുകയായിരുന്നു. ഇവിടെ ബിജുവിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട്, വൈസ് ചാൻസലർമാരുണ്ട്. ശിവഗിരി ഒരു വലിയ ശാസ്ത്ര ഗവേഷണ കേന്ദ്രം സ്പോൺസർ ചെയ്യണമെന്ന് ഞാൻ അവരോട് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഗുരു മനുഷ്യൻ്റെ മനസ്സിനെ റിസർച്ച് ചെയ്തുവെങ്കിൽ, മനുഷ്യൻ്റെ മനസ്സിനെ ഇളക്കിമറിച്ചുവെങ്കിൽ, മനുഷ്യ മനസ്സിനെ ഇളക്കിമറിക്കുക മാത്രമല്ല ശാസ്ത്രത്തെ തന്നെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ശിവഗിരി മഠത്തിന് കഴിയും. ശിവഗിരി മഠം ശാസ്ത്ര സാങ്കേതിക വികസനത്തിനു വേണ്ടി ധാരാളം കോളേജുകളും സ്കൂളുകളും തുടങ്ങിയിട്ടുണ്ടെങ്കിലും ലോകോത്തരമായ ഒരു നൊബേൽ ലോറേറ്റുകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന, നമ്മുടെ സമുദായത്തിൽ നിന്ന്, നമ്മുടെ ജനതയിൽ നിന്ന് നൊബേൽ ലോറേറ്റുകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന വലിയ ലബോറട്ടറികൾ, ഒരുപാടൊന്നും വേണ്ട, 1 or 2 ലബോറട്ടറികൾ കേരളത്തിൽ ഉണ്ടാക്കണം എന്ന ഒരു വലിയ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ശിവഗിരി തീർത്ഥാടനത്തിന് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഗുരുദേവൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.